വളാഞ്ചേരിയിൽ പരിശോധന ഊർജിതമാണ്. പക്ഷേ സംസ്ഥാനത്താകെ HIV പരിശോധനകൾ നടത്തുന്നത് പേരിന് മാത്രമാണ്. HIV അണുബാധ തോത് താരതമ്യേന കുറഞ്ഞ സംസ്ഥാനമാണ് കേരളമെന്നാണ് സർക്കാരിൻ്റെ അവകാശവാദം. എന്നാൽ പരിശോധനകൾ വ്യാപകമാക്കാത്തതാണ് രോഗബാധിതരുടെ എണ്ണം കുറയാൻ കാരണമെന്ന വിമർശനം ഉയരുന്നു. വിവരങ്ങളുമായി ശ്രീനന്ദ SP ഒപ്പം ചേരുന്നു. ശ്രീനന്ദ, ഒരു വിശ്വാസമായിരുന്നു ഇവിടെ ഒന്നും സംഭവിക്കില്ല എന്ന്. പക്ഷേ ഈ ലഹരി വ്യാപനം, അതിൻ്റെ പശ്ചാത്തലത്തിൽ ഇതിങ്ങനെ നിർബാധം ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു എന്ന സംശയം ഉണ്ടായിരുന്നു. അതിപ്പോൾ ഉറപ്പിക്കുകയാണ്. വളാഞ്ചേരിയിലെ സംഭവം നമ്മളെ ആകെ ഞെട്ടിപ്പിക്കുകയാണ്. അതിൻ്റെ പശ്ചാത്തലത്തിലെങ്കിലും സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ കൃത്യമായൊരു നിലപാടിലേക്ക് പോകുമോ? കൃഷ്ണരാജ് പറഞ്ഞതുപോലെ തന്നെ വളാഞ്ചേരിയിലെ സംഭവം ലോക മനസാക്ഷിയെ തന്നെ ഞെട്ടിക്കുന്ന ഒന്നാണ്. ഒരു സംസ്ഥാനത്ത് ഇപ്പോൾ HIV പരിശോധനകൾ നടക്കുന്നത് വളരെ കുറവാണ്. എന്തുകൊണ്ടാണ് ഇത്രയും കുറവ് പരിശോധനകൾ? 2010 മുതൽ 2020 വരെയുള്ള കാലയളവിൽ HIV പരിശോധന നടത്തിയിരിക്കുന്നത് വളരെ കുറവാണ്. ഇങ്ങനെ പരിശോധനകൾ കുറഞ്ഞതാകാം ഈ രോഗബാധിതർ ഇല്ല എന്ന് സംസ്ഥാന സർക്കാർ വീണ്ടും എടുത്തു പറയുന്നതിനുള്ള കാരണം. പരിശോധനകൾ ഗണ്യമായി കൂടിയാൽ മാത്രമേ എത്ര പേർക്കാണ് ഈ രോഗം വന്നിട്ടുള്ളതെന്നും അതുപോലെ തന്നെ എങ്ങനെയാണ് ഇതിൻ്റെ മറ്റു കാര്യങ്ങൾ ചെയ്യേണ്ടതെന്നുമുള്ള കാര്യങ്ങളെല്ലാം വ്യക്തമാവുകയുള്ളൂ. എന്നാൽ HIV പരിശോധന വ്യക്തികളിൽ ഒരു വർഷം കർശനമായി തന്നെ നടത്തേണ്ട ഒരു ഇതിലേക്ക് സർക്കാർ ഇനി മുന്നോട്ട് പോകണം എന്നാണ് ഇപ്പോൾ ഇവിടെയുള്ള ആളുകളും അതുപോലെ തന്നെ ഇങ്ങനെ ഒരു സംഭവം റിപ്പോർട്ട് ചെയ്തതിന് ശേഷം വളാഞ്ചേരിയിലെ ഈ സംഭവം ജനങ്ങൾക്കിടയിൽ വലിയൊരു ഭീതി തന്നെ പരത്തിയിരിക്കുകയാണ്. കാരണം എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ മാത്രം എന്താണ് സർക്കാർ അതുവരെ സർക്കാർ അനങ്ങാപ്പാറയെ നിൽക്കുന്നു, അതിനുശേഷം പെട്ടെന്ന് ഇതെല്ലാം ഒന്ന് ശരിയാക്കണം എന്ന് പറഞ്ഞൊരു ആരോഗ്യ വകുപ്പ് പെട്ടെന്നൊരു നിർദ്ദേശം പുറപ്പെടുവിക്കും. ഇങ്ങനെ മാത്രം ചെയ്യാണ്ട് എന്തുകൊണ്ടാണ് ഈ ഒരു കാലയളവിൽ ഈ ഒരു 2025 വരെയുള്ള 2010 മുതൽ 25 വരെയുള്ള കാലയളവ് എന്തുകൊണ്ടാണ് ഈ ഒരു രോഗത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ചികിത്സകൾ അല്ലെങ്കിൽ പരിശോധനകൾ ശക്തമാക്കാത്തത് എന്തുകൊണ്ടാണെന്നൊരു ചോദ്യം ഇപ്പോൾ ജനങ്ങൾക്കിടയിലും അതുപോലെ തന്നെ സാധാരണ ആൾക്കാർക്കിടയിലും ഉയർന്നു വന്നിരിക്കുന്ന ഒന്നാണ്. ഇതിപ്പോൾ HIV എലിസ എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല. ഏത് സർക്കാർ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ സർക്കാർ ആശുപത്രികളിലും ആരോഗ്യ മേഖലകളിലും ചെയ്യുന്ന ഒരു ടെസ്റ്റ് തന്നെയാണ്. ഈ ഒരു ടെസ്റ്റ് എന്തുകൊണ്ടാണ് വർഷം തോറും ഒരു വ്യക്തിക്ക് ചെയ്യാൻ വേണ്ടി സർക്കാർ കർശനമായ ഒരു നിർദ്ദേശം പുറപ്പെടുവിക്കാത്തത് എന്തുകൊണ്ടാണെന്നൊരു ചോദ്യം കൂടി ഇവിടെ ഉയരുന്നുണ്ട്. ഇപ്പോൾ 2010 മുതൽ 20 വരെ വളരെ കുറവ് ടെസ്റ്റുകളാണ് ഇവിടെ പരിശോധനകളാണ് ഇവിടെ കേരള സർക്കാർ അതുപോലെ തന്നെ ഈ രോഗബാധിതർക്കായി നൽകിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്രയും ഗണ്യമായൊരു കുറവ് ഈ ഒരു രോഗത്തിൽ കണ്ടെത്തിയത്. പക്ഷേ ഇന്നലെ നടന്ന സംഭവം, വളാഞ്ചേരി ഇന്നലത്തെ സംഭവത്തിൽ പെട്ടെന്ന് ഒരു ടെസ്റ്റ് നടത്തിയപ്പോൾ ഒരു 9 കുട്ടികൾക്ക് അല്ലെങ്കിൽ 9 പേർക്ക് HIV ബാധ ഉണ്ടെന്ന് കണ്ടെത്തുകയുണ്ടായി. അതിനുശേഷമാണ് സർക്കാർ എന്തെങ്കിലും നടപടി എടുക്കുമെന്നൊരു പ്രതീക്ഷ ജനങ്ങളിലുണ്ട്. പക്ഷേ ഇതുവരെ സർക്കാർ അനങ്ങാപ്പാറയായി തന്നെ നിൽക്കുന്ന ഒരു സ്ഥിതിയാണ്. ഇപ്പോൾ ഒരു 8 വർഷത്തോളമായിരിക്കുകയാണ്. ഇതുവരെ എന്തുകൊണ്ടാണ് HIV കുറിച്ച് ആരും യാതൊരുവിധ കാര്യങ്ങളും പറയാത്തത്? അല്ലെങ്കിൽ സർക്കാർ HIV കുറിച്ച് ഒരു അക്ഷരം പോലും മിണ്ടിയിട്ടില്ല ഇത്രയും നാളുകളായിട്ടും. പെട്ടെന്ന് ഒരു ദിവസം ടെസ്റ്റ് ചെയ്തപ്പോൾ ഇത്രയും കൂടുതൽ രോഗബാധിതർ ഒരു ദിവസം കൊണ്ട് തന്നെ 8ഉം 9ഉം രോഗബാധിതരുണ്ടായി. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ ഈ ടെസ്റ്റ് കർശനമായി തുടർന്നുകൊണ്ട് ിരുന്നാൽ എത്രത്തോളം രോഗബാധിതരാണ് നമ്മുടെ കേരളത്തിൽ, നമ്മുടെ സംസ്ഥാനത്തിൽ ഉണ്ടാവുക എന്നൊരു ചോദ്യം അല്ലെങ്കിൽ എന്നൊരു ഭീതി കൂടി പരത്തുന്ന ഒന്നാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ഈ കണക്കുകളിൽ നിന്ന് നമുക്ക് വ്യക്തമാകാൻ സാധിക്കുന്നത്. ഇത് സാധാരണ സിറിഞ്ചുകളിലൂടെയും അതുപോലെ തന്നെ മറ്റ് നമ്മുടെ ശരീരഭാഗങ്ങളിലൂടെയും പകരുന്ന ഒരു രോഗമാണ്. ഈ ഒരു രോഗം എന്തുകൊണ്ട് അല്ലെങ്കിൽ ഈ ഒരു രോഗം പകരുന്നത് തടയാൻ സർക്കാർ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിരുന്നു. എന്നാൽ എന്താണ് ഇതൊരു പരിശോധനയിലേക്ക് നീങ്ങാത്തത് എന്നൊരു ചോദ്യം നമുക്ക് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. ഇനിയെങ്കിലും ആരോഗ്യ വകുപ്പ് ഇത് കർശനമായി തന്നെ പരിശോധനകൾ ശക്തമാക്കും എന്നൊരു പ്രതീക്ഷ ജനങ്ങളിലും അതുപോലെ തന്നെ നമ്മളെപ്പോലുള്ള സാധാരണ ആൾക്കാരുടെ മനസ്സിലും തന്നെ ഉണ്ട്. അത് സർക്കാർ ഇനിയെങ്കിലും കണ്ണു തുറന്ന് ആ ഒരു പരിശോധനകൾ, ഈ ഒരു 8 വർഷം നടത്താത്തൊരു പരിശോധന, ഇപ്പോൾ ഈ ഒരു പ്രശ്നം അല്ലെങ്കിൽ ഈ ഒരു പരിശോധന ഇത്രയും പേർക്ക് ഈ ഒരു രോഗം സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ മുന്നോട്ട് ഈ ഒരു പരിശോധനകൾ തുടർന്നുകൊണ്ടിരിക്കും അല്ലെങ്കിൽ കർശനമായി ഈ ഒരു പരിശോധന നടത്തുമെന്നൊരു പ്രതീക്ഷയാണ് ഇപ്പോൾ ജനങ്ങളിലും അതുപോലെ തന്നെ എല്ലാവരിലും തന്നെ ഉള്ളത്. കൃഷ്ണരാജ്, ശ്രീനന്ദയാണ് വിവരങ്ങൾ നൽകിയത്. HIV പരിശോധന സംസ്ഥാനത്ത് കൃത്യമായി നടക്കുന്നില്ല.